അഭിമന്യത്തിലേക്ക് വന്നിട്ട് ആ ഡോർ ഓപ്പൺ ചെയ്തിട്ട് എന്നെ ഡ്രാഗ് ചെയ്തു. ആ സിലിണ്ടർ ഒരു പ്ലാസ്റ്റിക് ആണ്, പക്ഷെ സ്റ്റിൽ പേടിയാ. ബിക്കോസ് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ പേടിയാ. മാർക്കോ ആരാണ്? RIP ഗ്യാസ് കുട്ടി. ഞാൻ ഇത് ഷൂട്ടിംഗ് സമയത്ത് ഞാൻ ഇത് കണ്ടിരുന്നു. ഷൂട്ടിംഗ് സമയത്ത് ഞാൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഓടി പേടിയായിട്ട്. ആ കുട്ടി അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോ തന്നെ അയ്യോ കരഞ്ഞു പോയി. ഓ, അത് പറയുമ്പോ തന്നെ അല്ലേ ഒരു വിഷമമുണ്ട്. ഞാൻ തുടങ്ങിയപ്പോൾ ഒരു ഓട്ട ഫുഡ് സ്റ്റെപ്സ് കേട്ടു ഭയങ്കര ഇങ്ങനെ. Yeah, I remember before we used to just sit and plan how we were going to do that. Yeah. Remember the time when we used to lick all this blood after the show? Yeah. And then you remember my grandmother used to scold me saying don't eat the blood. Yeah, correct. കൺമണി അൻപോട് ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ആ മറ്റേ ഗ്യാസ് സിലിണ്ടർ വെച്ച് മുഖത്തേക്ക് അടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്ക്രീനിൽ അധികം നോക്കിയില്ല, അതാണ് സത്യം. എങ്ങനെ പോയാലും അറിയാം ഇത് സിനിമയാണ്, സിനിമയിൽ ഇവരൊക്കെ അഭിനയിക്കുകയാണ് എന്നുള്ളത് നന്നായിട്ട് അറിയാം. പക്ഷെ അത് കണ്ടോണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് എഴുതാനിരിക്കുമ്പോൾ വാർത്ത മുട്ടത് ഓഹോ തുമ്പീവാ. ഒരു ഇമോഷണൽ മൂവി കാണാൻ പോയാലും അത് വേറൊരു കുട്ടിയാണെങ്കിലും നമുക്കൊരു സങ്കടം ഉണ്ടാവില്ലേ അവിടെ അത് കണ്ടു. അതിനെ സ്വന്തം മോൻ തന്നെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ആകാശ ഒന്നാലി നിലകളിലായത്തിൽ ഒരു വിഷമില്ല. ഇല്ല, ഞാൻ പേടിയാക്കാം. സ്വന്തമായിട്ടൊരു ക്യാരക്ടറിനെ കണ്ടിട്ട് പേടിക്കുന്ന ഫാദറിന്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അച്ഛൻ അറിയും ഞാൻ എങ്ങനെ മരിച്ചത്, പക്ഷെ ആ സീന് കണ്ടിട്ടില്ല. ഇല്ല, ഒരു ബിഹേവിയറിൽ വെച്ചിട്ട് ആൾക്കും കാണാൻ പറ്റും തോന്നുന്നില്ല, അല്ലെങ്കിൽ മിക്കവാറും കരയും തിയേറ്ററിൽ. വെൽക്കം ബാക്ക് ടു മഴവിൽ കേരളം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു കുട്ടി താരാണ്. നമ്മുടെ റയാൻ മോന്റെ ഫാമിലിയുടെ കൂടെയാണ് ഞാനുള്ളത്. അപ്പൊ എല്ലാവർക്കും വെൽക്കം. റയാൻ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടറിനെ കുറിച്ച് വല്ല വിചാരം ഉണ്ടോ എന്തൊക്കെയാ ചെയ്തേക്കുന്നതെന്ന്? ഇപ്പൊ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ലേ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഭയങ്കര വയലന്റ് ആണ്. സോ ഞാനൊരു കുട്ടിയാ. ഞാൻ ഉണ്ണിമുകുന്ദന്റെ ഫേവറേറ്റ് കസിനാ. സോ എന്നെയാണ് കൂടുതലും ബ്രൂട്ടലായിട്ട് കില്ല് ചെയ്ത്. സോ ഉണ്ണിമുകുന്ദൻ വിഷമം. ശരിക്കും അവന്റെ ഒരു സംസാര ശൈലി നല്ല കേൾക്കാൻ നല്ല രസമാണ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടന്നുകൊണ്ടിരുന്നത്? മലയാളത്തിൽ തന്നെ, പക്ഷെ ഇവിടെയൊക്കെ ഇംഗ്ലീഷ് കുറച്ച് യൂസ് ആക്കാറൊക്കെ ഉണ്ടായിരുന്നു. ജയ് ഗണേഷിന് ശേഷം ചെയ്ത ഒരു ക്യാരക്ടറാണ് മാർക്കോയിലെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അത് എല്ലാരും ഏറ്റെടുത്തിട്ടുണ്ട്. ശരിക്കും അതിനെ കുറിച്ച് എന്താ മോന് പറയാനുള്ളത്? ലൈക്ക് ജയ് ഗണേഷിലെല്ലാം എല്ലാവരും പറഞ്ഞു ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ മാർക്കോയിലും എല്ലാവരും പറഞ്ഞു ഞാൻ നന്നായി ചെയ്തിട്ട്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഈ മൂവി കാണാത്തിൽ ഒരു വിഷമില്ലേ? കാരണം അണ്ടർ 18 ആണല്ലോ. അപ്പൊ അത് കാണത്തിൽ മോന് വിഷമില്ലേ? ഇല്ല, ഞാൻ പേടിയാക്കാം. പേടിയാണ് കാണാൻ. എന്തോ ഉണ്ടാകില്ല. ആരാ പേടിപ്പിച്ച? അമ്മയാണോ കണ്ടിട്ട് വന്നിട്ട് പറഞ്ഞത്? കണ്ടിട്ട് വന്ന് പറഞ്ഞു ഭയങ്കര വയലന്റാ. വന്നിട്ട് തന്നെ ഫുൾ സ്വെറ്റ് ഒക്കെ അയ്യോ, എന്ത് പറ്റി? അങ്ങനെയല്ല, ഇറ്റ്സ് എ നൈസ് മൂവി. പക്ഷെ എന്താ പറയാ, അതിനൊരു കാരണം ഉണ്ടല്ലോ. 18 വയസ്സിന്റെ താഴെ എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. അപ്പൊ അത്രയ്ക്ക് വയലൻസ് ഈ പ്രായത്തിൽ വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും അവര് ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോ സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയല്ല സംഭവം. ഇങ്ങനെയല്ല, ഭയങ്കര തമാശയാണ് അവിടെ. ഇപ്പൊ ഇവരുടെ ഈ സീക്വൻസസ് ഒക്കെ തന്നെ വേറെ രീതിയിലാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ ഐ ഡോണ്ട് തിങ്ക് ആ സെറ്റിലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് സിനിമയിൽ കാണുമ്പോ മോനത് വേറെ രീതിയിലായിരിക്കും കാണുക. അപ്പൊ അത് വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും ഈ OTT ഇറങ്ങാൻ കാത്തിരിക്കല്ലേ. കാരണം തിയേറ്ററിൽ ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് മോൻ എന്തായാലും പറ്റില്ലായിരിക്കും. അപ്പം എങ്ങനെയാണ് അത് വെയിറ്റ് ചെയ്തിരിക്കുന്നത്? എന്തായാലും അത് കാണേണ്ടി വരും. കാരണം ആ ഒരു ക്യാരക്ടർ ആരും മറന്നിട്ടില്ല. അപ്പൊ എന്താ പറയാനുള്ളത്? OTT വരാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ? ഞാൻ ഈഗർ കാണാൻ, പക്ഷെ കുറച്ച് പേടിയും ഉണ്ട് കാണാൻ.
സ്വന്തമായിട്ട് ഒരു ക്യാരക്ടറിനെ കണ്ടിട്ട് പേടിക്കുന്ന ആദ്യത്തെ വ്യക്തി റയാനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീൻസ് എനിക്കറിയാം അണ്ടർ 18 ആയതുകൊണ്ട് ഫ്രണ്ട്സിനും അങ്ങനെ വന്ന് പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അവിടെ പാരന്റ്സ് ഒക്കെ എന്താ പറഞ്ഞെന്നാ പറഞ്ഞേ? എന്റെ ഫ്രണ്ട്സിന്റെ പേരൻസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല മൂവീസ്. ഇപ്പം ലൊക്കേഷൻ സമയത്താണെങ്കിലും ഏറ്റവും കൂടുതൽ റയാന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നത് ഗ്രാൻഡ് മദർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ആ ലൊക്കേഷൻ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? അവിടെ നല്ല എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു എല്ലാ കാര്യത്തിലും. ശരിക്കും ഈ ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് വയലന്റ് മൂവിയാണ് ശരിക്കും ഇതെന്ന് പറയുന്നത്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആണ് നമ്മള് എല്ലാ ലാംഗ്വേജസും കാണാറുണ്ടല്ലോ ഇതുവരെയ്ക്ക്. അപ്പോ വയലന്റ് ആണ്. ബ്രൂട്ടലിറ്റി വെച്ച് നോക്കുമ്പോൾ നമ്മള് ഫാമിലീസിനെയൊക്കെ ചെയ്യണത് വെച്ച് കാണുമ്പോൾ ഇറ്റ് ഈസ് എ ബ്രൂട്ടൽ മൂവി. ബട്ട് ഐ തിങ്ക് ഇപ്പോഴത്തെ ജനറേഷൻ യൂത്തിനൊക്കെ അതായിരിക്കും കുറച്ചും കൂടി ഇഷ്ടം എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടായിരിക്കാമല്ലോ ഇത് ഇത്രയും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആയത്. ബട്ട് ഇറ്റ് വാസ് നൈസ്. കാരണം മാർക്കോ മൂവിയിലെ ടീംസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കുട്ടികളെ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കുറച്ച് വയലൻസ് ആണെന്നാ പറഞ്ഞവര്. അപ്പം ശരിക്കും അതിൽ ഇത്രയും ഒരു ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ട് അത് കാണാൻ പറ്റാത്തതിന്റെ വിഷമം, മോനോട് പോയിരുന്ന് കാണാൻ പറ്റാത്തതിന്റെ വിഷമം ഉണ്ടായിരുന്നു. കാരണം അതുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജയഗണേഷ് ഒക്കെ നമ്മൾ ഒരുമിച്ചാണല്ലോ കാണുന്നത്. നമ്മൾ സെറ്റിൽ കാണുന്ന പോലെ അല്ല നമ്മൾ ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ. ഞങ്ങൾക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് മോനെ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ. അപ്പോ ഫസ്റ്റ് ഹാഫില് എന്തായാലും വയലൻസ് ഒന്നും ഇല്ല. സോ അവിടെയൊക്കെ മോൻ ഉണ്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ബട്ട് ഇനി OTT വരുമ്പോ ഹോപ്പ്ഫുള്ളി നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. മോന്റെ സീൻസ് കാണിക്കണം. മോന്റെ സീൻസ് അവനെ കാണിച്ചു കൊടുക്കണം. ഇപ്പൊ പറയാനൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ, എങ്ങനെയായിരിക്കും ആ ഒരു ക്യാരക്ടർ? ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കോമഡി സീൻസ് ഒക്കെയാണ്, മീൻസ് ലൊക്കേഷൻ സമയത്ത്. അത് പക്ഷെ എല്ലാവരും ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും നന്നായിട്ട് ചെയ്തത് കൊണ്ടല്ലേ. എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? മോന്റെ ക്യാരക്ടറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്റെ ക്യാരക്ടർ ഭയങ്കര ചെറിയൊരു റോളായിരുന്നു. പക്ഷെ എന്റെ കണ്ണില് ഭയങ്കര വയലന്റ് ബ്രൂട്ടൽ ആയിട്ട് സീനായിരുന്നു. അതില് ഞാൻ ലൈക്ക് ഫസ്റ്റ് ഞാനൊരു കബേർഡില് ഹൈഡ് ചെയ്തിട്ടിരിക്കുക. പിന്നെ അഭിമന്യു തിലകൻ വന്നിട്ട് ആ ഡോർ ഓപ്പൺ ചെയ്തിട്ട് എന്നെ ഡ്രാഗ് ചെയ്തു. പിന്നെ ആ ഡോർ ഭയങ്കര ചെറുതാ. സോ ഞാൻ പേടിയാണ്ട് മുതു അതിൽ അടിക്കോ. സോ അത് എടുത്തപ്പോൾ അത് ആ സിലിണ്ടർ ഒരു പ്ലാസ്റ്റിക് ആണ്. പക്ഷെ സ്റ്റിൽ പേടിയാ, ബിക്കോസ് കണ്ണിൽ അടിച്ചോ എന്തെങ്കിലും പറ്റും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ പേടിയുണ്ടായിരുന്നു ശരിക്കും അല്ലേ? അപ്പം ആ ഒരു സീൻ കണ്ട ബാക്കിയുള്ളവരുടെ അവസ്ഥ പറയണ്ടല്ലോ. എന്താ തോന്നിയത് ശരിക്കും? രണ്ടുപേർത്തും ഞാൻ ചോദിക്കണം. അത് ഞാൻ അമ്മൂമ്മയിലേക്ക് വരാണ്. എന്താ തോന്നിയത്? അത് കണ്ടപ്പോ ഞാൻ ഇത് ഷൂട്ടിംഗ് സമയത്ത് ഞാൻ ഇത് കണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഓടി പേടിയായിട്ട്. ഓടാ ചെയ്തത്. അവൻ ആക്ട് ചെയ്യുന്നത് കണ്ടതേ ഞാൻ അപ്പോഴേ പിന്നെ അത് കാണാൻ നിന്നില്ല. പിന്നെ ഞാൻ ഡയറക്ടർ സാറിന്റെ ബാക്കിൽ ഇരുന്ന് അത് ആ സ്ക്രീനിൽ എന്താ ചെയ്തിരുന്നത് എന്ന് കണ്ടിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് അപ്പൊ വോയിസ് ഒന്നും കേൾക്കില്ലല്ലോ, കരയുന്നതൊന്നും കേൾക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതായിരുന്നു. ഇനി അമ്മയിലേക്ക് പിന്നെ മൂവി കാണുമ്പോ എനിക്കത് കണ്ടപ്പോ ഞാൻ അത്ര ശ്രദ്ധിക്കാൻ പോയില്ല. അങ്ങനെ കണ്ടു ആ കുട്ടി വേണ്ട എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു. അയ്യോ, അത് പറയുമ്പോ തന്നെ അല്ലേ ഒരു വിഷമമുണ്ട്. കാരണം ആ കുട്ടി അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോ തന്നെ അയ്യോ കരഞ്ഞു പോയി. സ്നേഹിച്ച് കൊന്നു കളഞ്ഞു എന്നാ പറഞ്ഞേ. ട്രോളൊക്കെ കാണാറുണ്ടോ അതിന്റെ? അതെ, ഗ്യാസ് കുട്ടി കൊറേ ട്രോൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു അഭിമന്യു ചേട്ടന്റെ കൂടെയുള്ള ഒരു സെൽഫിയാണ് ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ളത്. അതിന്റെ സൈഡിലൊരു സിലിണ്ടർ ഇരിപ്പുണ്ട്. ആ ട്രോളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, പക്ഷെ വേറെ ട്രോൾസ് ഒക്കെ കണ്ടിട്ടുണ്ട്. കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു ട്രോൾ എന്തായിരുന്നു? RIP ഗ്യാസ് കുട്ടി. ഒരു കൂടി കമന്റ് പറഞ്ഞു, അത് പാമേ ചമ്മന്തിയായി. കാരണം എന്ന് വെച്ചാല് ശരിക്കും പല ആൾക്കാരും പറയുന്നുണ്ട് സ്നേഹിച്ച് കൊന്നു കളഞ്ഞല്ലോ നീ അവനെ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ആണെങ്കിലും അല്ലെ ട്രോൾ ആണെങ്കിലും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മള് റയാൻ മോൻ അത് കണ്ടിട്ടില്ലാത്തോണ്ടുള്ള ഒരു
അല്ല ഒരു പ്രശ്നമുണ്ട്. ഇനി OTT-യിൽ മോൻ കാത്തിരിക്കുകയാണത് എന്താണെന്നുള്ള കാര്യം അല്ലേ. ഇപ്പൊ നമ്മളിപ്പോ ട്രോളും ബാക്കിയുള്ള കഥകളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും ഇവൻ അഭിനയിക്കാൻ എങ്ങനെയായിരുന്നു? ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ആ സീൻസ് ഒക്കെ? അതുകൊണ്ടാണ് ഇപ്പൊ അവിടെ അഭിനയിക്കുമ്പോഴും എന്നെ വിളിച്ചപ്പോഴും ഒക്കെ ഇവരെല്ലാവരും തമാശയാണ് സെറ്റില്. അപ്പൊ ഈ ബ്ലഡ് എന്ന് വെച്ചാലും ഇത് എഡിബിൾ ആണ് ബേസിക്കലി. അപ്പൊ ഇവര് ഇത് കഴിച്ചിട്ടും ഭയങ്കര തമാശയാണ്. അഭിമന്യുവിന്റെ കൂടെ എന്നെ വിളിച്ചപ്പോഴും നമുക്ക് അതിന്റെ സീരിയസ്നെസ് അറിയില്ല. ബിക്കോസ് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു സെറ്റില്. പക്ഷെ അത് ഞാൻ നേരിട്ട് പോയി കണ്ടപ്പോ എനിക്കും പേടിയായി. ഐ മീൻ എനിക്ക് തോന്നുന്നില്ല ഞാൻ ആ ഭാഗം കണ്ടു എന്നുള്ളത്. ഞാനും തല തിരിച്ചു ആ ഒരു സീൻ കാണുമ്പോ. ബിക്കോസ് റോൾ ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോഴൊക്കെ കരയുമ്പോ ഒരു വിഷമം തന്നെയാണല്ലോ കാണുന്നവർക്ക്. അപ്പോ ഐ എം ഷുവർ ജനങ്ങൾക്ക് വരെ കാണുമ്പോൾ അതൊരു വിഷമം. അപ്പൊ നമുക്കത് കാണുമ്പോ നമുക്ക് അറിയാതെ സിനിമ മാത്രമാണ്, എന്നാലും ഒരു വിഷമം ഉണ്ടായിരുന്നു. ഞാനും അഭിമന്യു എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അസോസിയേറ്റ് ആയിട്ട് നോക്കുമ്പോൾ നമ്മളെല്ലാം സൈലന്റ് ആയിട്ടിരിക്കും. പക്ഷെ നോക്കുമ്പോഴില്ലെങ്കിൽ നമ്മളെല്ലാം ബ്ലഡ് നമ്മുടെ മുഖത്തിന് ലിക്ക് ചെയ്യും. ലൈക്ക് പിന്നെ ഞാൻ അമ്മമ്മ അടുത്ത് കാണിച്ചു. പിന്നെ അമ്മമ്മ പറഞ്ഞു, ഏയ് അത് കഴിക്കണ്ട മോനെ, അത് പോയിസൺ ഒക്കെ. അല്ല അതും എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പൊ എന്താ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നേ, ആ സീൻ ഒന്ന് കാണും. ശരിക്കും ആ ഒരു മൂവി കണ്ട ഒരു 2 ദിവസം നമുക്ക് ആ ഒരു മെന്റാലിറ്റി ഉണ്ടാവും. ഒരു ഇത് കണ്ടതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ അമ്മയിലേക്ക് വരാണ്. മോൻ ഇത്രയും നന്നായിട്ട് അഭിനയിക്കും എന്ന് അത് കണ്ടപ്പോ എന്താ തോന്നിയത് ശരിക്കും മോന്റെ ഒരു അഭിനയം കണ്ടപ്പോഴും? എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ജയഗണേഷിൽ വെച്ചിട്ടായിരുന്നു. ബിക്കോസ് അതിലാണ് കുറച്ചും കൂടി സീക്വൻസസും ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഇറ്റ് വാസ് റിവോൾവിങ് അറൌണ്ട് റിയാൻ അല്ലേ. അപ്പൊ അതിൽ തന്നെ ആ ഒരു റൂമിനകത്ത് പൂട്ടിയിരുന്ന സീനൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് ഏകദേശം ഓക്കെ മോന് അഭിനയിക്കാൻ അറിയാം എന്നുള്ളൊരു ഇത് വന്നു. ബട്ട് ഇത്രയ്ക്കൊരു എന്താ പറയാ ബ്രൂട്ടലായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ കരയണ ഒരു സീക്വൻസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ സെറ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു. ദാറ്റ് ഹീക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം എന്നുള്ളൊരു സന്തോഷം എന്തായാലും ഉണ്ടായിരുന്നു. ബിക്കോസ് അറിയില്ലായിരുന്നു, വീട്ടില് നമ്മൾ ഇങ്ങനെയല്ലല്ലോ. അപ്പോ അതെ ആ ഒരു ഹാപ്പിനെസ് എന്തായാലും ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫേസ് ആണ്. പക്ഷേ ഈ ഒരു ഇന്റർവ്യൂ ഇറങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിക്കുകയോ ആ മോനാണോ ഇരിക്കുന്നതെന്നൊക്കെ ചിന്തിക്കുമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാള് ഇപ്പൊ നമ്മളിപ്പം ചില ആൾക്കാരൊക്കെ ഏറ്റെടുക്കുന്ന മൂവീസിലൊക്കെ ആകുമ്പം പല ക്യാരക്ടേഴ്സിൽ നമ്മളിങ്ങനെ തിങ്ക് ചെയ്യും, അയ്യോ ഇങ്ങനെയാണോ. ചില ആൾക്കാരോട് ഇഷ്ടം തോന്നും, ചില ആൾക്കാരോട് സഹതാപം തോന്നും, ഓരോ ക്യാരക്ടറിനോടെയാണ്. അപ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് പ്രതികരണമൊക്കെ? എന്താ പറയാറുള്ളത്? ഏറ്റവും കൂടുതൽ പ്രതികരണം എങ്ങനെയാ വരുന്നത്? നമുക്ക് റയാനോട് ചോദിക്കാം. എങ്ങനെയാ പടം കണ്ടു വന്നവർ എന്തൊക്കെയാ മോനോട് പറയാറുള്ളത്? എന്റെ കസിൻസ് പറഞ്ഞു ഞാൻ അസലായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും പറഞ്ഞു ഞാൻ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അവൻ ഈ സിലിണ്ടർ ഒക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ആയിട്ട് സാധനമാണ്. അത് കൊണ്ടുവന്ന സമയത്ത് ഇവനൊരു ആക്ടിങ് ഉണ്ടായിരുന്നല്ലോ, ലൈക്ക് ഇങ്ങനെ ചെയ്തോണ്ടത്. അപ്പൊ എന്താ തോന്നി ശരിക്കും? ആ സീനൊക്കെ ഇങ്ങനെ മനസ്സിൽ വരുമല്ലോ. അപ്പൊ എന്താണ് തോന്നിയിട്ടുണ്ടായിരുന്നത്? അഭിമന്യു പറഞ്ഞിരുന്നില്ലേ അവർക്ക് അഭിനയിക്കേണ്ടി വന്നു, പക്ഷെ വലിച്ചപ്പോ കുട്ടി തനിയെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യണതൊക്കെ ആ കുട്ടി തനിയെ ചെയ്തു പറഞ്ഞു. അങ്ങനെയല്ല, ഞാൻ കേട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പോ അവർക്കും ഉറപ്പുണ്ടായിരുന്നില്ല കുട്ടികളെ എങ്ങനെ ആക്ട് ചെയ്യും എന്നുള്ളത്. അപ്പോ സീക്വൻസ് പറഞ്ഞു കൊടുത്തു. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് മോനും അഭിമന്യുവും കൂടിയും അവരെന്നെ ഡിസൈഡ് ചെയ്തു എങ്ങനെയാണത് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അഭിമന്യുവിനും ഒരു ഇതുണ്ടായിരുന്നു, അത് ഇനിയിപ്പോ വലിക്കുമ്പോൾ മോൻ അതേപോലെ വന്നിട്ടില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചു പറഞ്ഞിരുന്നു. ബട്ട് പുറത്തു വന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു അത് ഭയങ്കര അതൊരു ഫ്ലോയിൽ തന്നെ മോൻ കരഞ്ഞ് അങ്ങോട്ട് വന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ട് വലിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, അതേ ഫ്ലോയിൽ വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കേട്ടപ്പോ ഒരു സന്തോഷം എന്ന് പറഞ്ഞപ്പോ അറിയാമെന്നുള്ളൊരു കാര്യം. ശരിക്കും ഈ കഥ കേട്ടപ്പോഴേ ഈ സ്റ്റോറി കേട്ടിട്ടുണ്ടായിരുന്നല്ലേ മോൻ? അപ്പൊ എന്താ തോന്നിയത് കഥ കേട്ടപ്പോൾ? എന്താ മോന് തോന്നിയത്? എനിക്ക് മുഴുവൻ കഥ അറിയില്ല. അവർക്ക് അപ്പത്തെ സീക്വൻസ് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്താ തോന്നുന്നത് ഇത്രയും അങ്ങ് എന്താണ് എല്ലാരും ഏറ്റെടുക്കും അല്ലെങ്കിൽ ഇത്രയും വൈറൽ ആവും എന്നൊക്കെ വിചാരിച്ചു? ആ സീൻസും അല്ലെങ്കിൽ വിചാരിച്ചു
സത്യം പറഞ്ഞാൽ ഇല്ല. ലൈക്ക് എനിക്ക് അങ്ങനെ ആലോചിച്ചിട്ടില്ല. ബട്ട് കഥ ഞങ്ങൾക്കും ഫുൾ കഥ അറിയില്ലല്ലോ. ഞങ്ങൾക്ക് സീക്വൻസ്, മോന്റെ സീക്വൻസ് എന്താണോ അത് മാത്രമേ നമുക്കും ആ സമയത്ത് അറിയുള്ളൂ. ബട്ട് ഫസ്റ്റ് ഹാഫ് സെറ്റിൽ ഞാനാണ് പോയത്, പിന്നെ സെക്കൻഡ് ഹാഫ് ഫുൾ അമ്മയാണ് പോയത്. അപ്പൊ ഫസ്റ്റ് ഹാഫ് വെച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു അറിയാം ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളെന്ന്. അപ്പോഴാണ് അറിയണത്. അപ്പൊ ഐ മീൻ നന്നായി വരും തന്നെ വിചാരിച്ചത് മൂവി ആ സമയത്ത്. ഈ സീനൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ ചെയ്യാം, അതോ അവൻ തന്നെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യാറുണ്ടോ? അതൊക്കെ ഇല്ല, അപ്പൊ അതൊക്കെ ചെയ്യുന്നത്. അവര് നല്ലോണം Director. ഉണ്ണിയാണെങ്കിലും നല്ലോണം സപ്പോർട്ട് ചെയ്യും. അപ്പൊ അവന് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് വേഗം പറഞ്ഞു കൊടുക്കും. സെയിം ആ സീക്വൻസ്, ഈ ഫൈറ്റ് സീക്വൻസ് അഭിമന്യുവിന്റെ കൂടെ ഉള്ളപ്പോഴും നന്നായി പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഇനി ബൈ ചാൻസ് ആരെങ്കിലും മലയാളത്തിൽ പറയുകയാണ് അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, കുറച്ചും കൂടി ബെറ്റർ ആക്കാം എന്നുള്ളതൊക്കെ നന്നാക്കി പറഞ്ഞു കൊടുക്കുക അവര്. അല്ലാണ്ട് ഞങ്ങള് ഇൻവോൾവ് ആയിട്ടില്ല. ഇപ്പം ഉണ്ണിച്ചേട്ടനും അഭിചേട്ടനൊക്കെ എന്താ പറഞ്ഞത്? എങ്ങനെയായിരുന്നു അവരുടെ കൂടെയുള്ള അഭിനയത്തിൽ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു മോന്? ജയഗണേശന് നമുക്ക് അറിയാം ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാന്ന് നമുക്കറിയാം, ബട്ട് ഇതിൽ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ബിഫോർ ജയഗണേഷ് ഞാൻ അറിഞ്ഞിട്ടില്ല ആരാ ഉണ്ണിമുകുന്ദൻ. എന്റെ അമ്മ പറഞ്ഞിരുന്നു ആ മാലികപ്പുറത്തെ ഹീറോ ആണ്, അതിന്റെ പേര് അതാണ് അറിഞ്ഞു. പിന്നെ ഞാൻ ഷൂട്ടിങ്ങിൽ കണ്ടപ്പോൾ നമ്മൾ നന്നായി ഫ്രണ്ട്സ് ആയി. ദെൻ he helped me a lot in Jayganesh. Markolum, he helped me a lot, and we were very playful, and he helped me in many scenes. And Abhimanyu also എല്ലാം പറഞ്ഞു തന്നു എന്തൊക്കെ ചെയ്യാൻ, എന്നെ ഹെൽപ്പ് ചെയ്തു. ആക്ച്വലി ഡയറക്ടർ പറഞ്ഞു ഇതാണ് സീക്വൻസ്, ഗ്യാസ് സിലിണ്ടർ കൊണ്ട് അടിക്കുക. പിന്നെ അഭിമന്യു ഞാൻ മുഴുവൻ ഡിസ്കസ് ചെയ്ത് എങ്ങനെ അത് ചെയ്യാൻ, എങ്ങനെ റോൾ ചെയ്യാൻ, എങ്ങനെ അടിക്കാൻ, അതൊക്കെ. അവിടെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു ശരിക്കും ഇവർ തമ്മിൽ അല്ലേ? നിങ്ങൾ പ്ലാൻ ചെയ്തപ്പോ എല്ലാം നടന്നു. അപ്പൊ ശരിക്കും ഇവര് പ്ലാൻ ചെയ്താണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തത് അല്ലേ? സ്ക്രിപ്റ്റിലില്ലാത്ത കാര്യങ്ങൾ വരെ അവര് ഭയങ്കര കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ണിച്ചേട്ടനാണോ അഭിചേട്ടനാണോ ഏറ്റവും കൂടുതൽ ലൊക്കേഷനിൽ കമ്പനി ആയത്? ഉണ്ണിച്ചേട്ടനായിരുന്നു. ഉണ്ണിച്ചേട്ടൻ മൂവി കണ്ടിട്ട് എന്താ മോനോട് പറഞ്ഞത്? കൊറേ പറഞ്ഞു ഞാൻ അസലായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞു. ഇനി മോൻ എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാനാണ് താല്പര്യമുള്ളത്? അതെനിക്ക് അറിയില്ല. ഈ അഭിനയിക്കണം മോന് ആഗ്രഹം ശരിക്കും അങ്ങനെ തോന്നാൻ ഒരു എന്താണ്? ചില കുട്ടികൾക്ക് മുൻപേ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇതുണ്ടായിരിക്കും, അങ്ങനെ ആക്ടിങ്ങിനോടുള്ള ഒരു ഇഷ്ടം തോന്നാം. എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് മോൻ വന്നത്? എങ്ങനെയാണ് ശരിക്കും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോന് ആഡ്സിലായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. സോ 3 വയസ്സ് തൊട്ടിട്ട് അഡ്വർടൈസ്മെന്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പോ ഫസ്റ്റ് അഡ്വർടൈസ്മെന്റിൽ പോയപ്പോഴാണ് അറിയണത് ആൾക്ക് ക്യാമറ ഫ്രണ്ട്ലി ആണ്, ക്യാമറ നോക്കിയാൽ പേടിയില്ല, എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യുന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അഡ്വർടൈസ്മെന്റ് കുറെ കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല മൂവിക്ക് എങ്ങനെ പോകണ്ടെന്നോ വരുമെന്നോ എന്ന്. ജസ്റ്റ് ഉണ്ണിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു ജയഗണേഷിന്റെ ഓഡിഷൻസിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ അപ്ലൈ ചെയ്തു. അപ്പം അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ഓഡിഷൻ വേണ്ടി വരും എന്നുള്ളത്. ഒരു സീക്വൻസ് തന്നു, അതിൻ്റെ ഓഡിഷൻ ചെയ്തു. അപ്പോഴും ഞാൻ ക്യാമറ വെച്ചിട്ട് മോൻ്റെ ഓഡിഷൻ എടുക്കുമ്പോഴും എനിക്ക് അറിയില്ല ഇവന് ശരിക്കും അത് പറഞ്ഞു കൊടുത്താൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ബട്ട് വലിയ പീസ് ഓഫ് കേക്ക് ആയിരുന്നു തോന്നുന്നു, അത്ര വലിയ ഡിഫിക്കൽട്ടി തോന്നിയില്ല. ആള് ചെയ്തു, അങ്ങനെ ഓഡിഷനിൽ സെലക്ട് ആയി. പിന്നെ ഈ മാർക്കോന് വേണ്ടിയിട്ട് ശരിക്കും ഉണ്ണി സർ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. അല്ലാണ്ട് ഞാൻ എന്താ പറയുക, ഞാൻ പോസ്റ്റേഴ്സോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് ഒരു കാസ്റ്റിംഗ് ഏജൻസിയോ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. അത് ഉണ്ണി റെക്കമെൻഡ് ചെയ്തിട്ട് എടുത്തതായിരുന്നു മോനെ. ഇനി മോൻ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് ഇപ്പം ആഗ്രഹം? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോന് ട്രോൾ ഉള്ള പോലെ ഉണ്ണിച്ചേട്ടൻ ട്രോൾ ഉണ്ട്. മാളികപ്പുറം കണ്ടിട്ട് വെട്ടുന്ന ഇത് കാണുമ്പോൾ ഉള്ള ഒരു ഷോക്ക് ഉണ്ട്. അപ്പൊ അതുപോലെ ഇപ്പം അടുത്തൊരു ക്യാരക്ടർ ഏത് ചെയ്യണം എന്നാണ് താല്പര്യമുള്ളത്? അങ്ങനെ മാളികപ്പുറം പോലെ
മാളികപ്പുറം പോലത്തെ അങ്ങനത്തെ മാളികപ്പുറം പോലത്തെ ഒരു മൂവി വന്നു കഴിഞ്ഞാൽ റയാന് ചെയ്യാൻ ഭയങ്കര ഓക്കെ ആണോ? ഞാൻ മാളികപ്പുറം ഭയങ്കര ഇഷ്ടായി. ഞാൻ 3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആരെ കൂടെ അഭിനയിക്കാൻ ഏറ്റവും ഇഷ്ടം? ഇനി ആരെ കൂടെ അഭിനയിക്കണം എന്നാണ് മോന് താല്പര്യം ഉള്ളത്? മോഹൻലാൽ. ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാനാണ് താല്പര്യം ഉള്ളത്. ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല, ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒരു കില്ലിങ് ആയിരുന്നല്ലോ അതെന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അത്? ഞാനത് ചോദിക്കാൻ കാരണം വെച്ചാല് നേരത്തെ പറഞ്ഞപ്പോ തന്നെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ആ ലൊക്കേഷൻ സമയത്തുള്ള സീക്വൻസസ് ഒക്കെ ആണെങ്കിൽ പോലും. അപ്പൊ നേരിട്ട് കണ്ടിട്ടുള്ളത് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്കത് എല്ലാവരും ഇത് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അമ്മ എങ്ങനെ കണ്ടിട്ടുണ്ടാവുന്ന്. അപ്പൊ അത് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയായിരുന്നു ചേച്ചി അത്? അമ്മ കണ്ടില്ല എന്ന് തന്നെ പറയാ ആ ഭാഗം. അതുവരെ കണ്ടു. ബട്ട് എന്താ പറയാ, മോൻ കരയാൻ തുടങ്ങിയപ്പോ തിരിയേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ സ്ക്രീനിൽ അധികം നോക്കിയില്ല, അതാണ് സത്യം. പിന്നെ ആ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ആ മറ്റേ ഗ്യാസ് സിലിണ്ടർ വെച്ച് മുഖത്തേക്ക് അടിക്കുന്നത്, അത് കഴിഞ്ഞിട്ടേ പിന്നെ നോക്കിയുള്ളൂ സത്യം പറഞ്ഞു. ബിക്കോസ് അത് എങ്ങനെ പോയാലും അറിയാം ഇത് സിനിമയാണ്, സിനിമയിൽ ഇവരൊക്കെ അഭിനയിക്കുകയാണ് എന്നുള്ളത് നന്നായിട്ട് അറിയാം. പക്ഷെ അത് കണ്ടോണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ സങ്കടമായിരുന്നു അത് കാണുമ്പോൾ. ഐ തിങ്ക് ഞങ്ങളൊക്കെ കരഞ്ഞു തിയേറ്ററിൽ. അതുകൊണ്ടാണ് അത് കഴിയിടത്തും ഫുള്ളായിട്ട് അങ്ങോട്ട് നോക്കാതെ. അപ്പൊ ഇപ്പോഴും എന്നോട് ചോദിച്ചാൽ ആ ഒരു സീനിൽ എത്രത്തോളം മോനെ അഭിനയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പകുതി ഭാഗവും ഞങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്നായിരിക്കും സത്യാവസ്ഥ. ആണ്, കാരണം അതെങ്ങനെ കാണും? ഈ ചിരിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞിനോട് ഇങ്ങനത്തെ ചെയ്തെന്ന എങ്ങനെ കാണും അല്ലേ? ബിക്കോസ് ഫസ്റ്റ് വിചാരിച്ചു അതൊരു ആക്ടിങ് അല്ലേ ആണെന്ന് വിചാരിച്ചു. പക്ഷെ അത് എന്താ പറയാ, അത് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരിക്കും. ഉണ്ടാവും. എന്താന്ന് വെച്ചപ്പോ നമ്മള് ഏതൊരു ഇമോഷണൽ മൂവി കാണാൻ പോയാലും അത് വേറൊരു കുട്ടിയാണെങ്കിലും നമുക്കൊരു സങ്കടം ഉണ്ടാവില്ല അവരത് കണ്ടോണ്ടിരിക്കുമ്പോ. അത് പിന്നെ സ്വന്തം മോൻ തന്നെ ആവുമ്പോൾ കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ട്. ആക്ച്വലി ഷൂട്ടിംഗ് സമയമ്പോ ആ സീന് എന്തോ 5 മിനിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം സെൻസർ ബോർഡ് എല്ലാം കട്ട് ചെയ്തിട്ട് മൂവിയില് 30 സെക്കൻഡ്സേ ആയുള്ളൂ. ഞാൻ ആ സീൻ ആക്ട് ചെയ്യുമ്പോൾ എന്റെ അമ്മൂമ്മ വന്ന് നോക്കാൻ ഞാൻ തുടങ്ങിയപ്പോൾ ഒരു ഓട്ടായിരുന്നു. അത് കാണുമ്പോ എന്താ തോന്നിയത്? ശരിക്കും ഈ ചില സീരിയസ് ക്യാരക്ടർ ചെയ്യുമ്പോ ചിരിയൊക്കെ വരാറുണ്ടായിരുന്നു അല്ലേ? ഇങ്ങനെ ചിരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? പക്ഷെ ആ സമയത്ത് ഞാൻ പേടിയായിരുന്നു എങ്ങനെ ഇത് ചെയ്യാൻ. സോ ഞാൻ അത്രയൊന്നും ചിരിച്ചിട്ടില്ല. ആണ്. അമ്മ ഓടിയപ്പോ എന്താ തോന്നുന്നു? ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല. പക്ഷെ ഫുഡ് സ്റ്റെപ്സ് കേട്ടു ഭയങ്കര കണ്ടു നിൽക്കാനുള്ള ഒരു ക്ഷമ പറ്റിയില്ല എനിക്കില്ല. കാണാൻ വേണ്ടി പോയതായിരുന്നു. എന്താ ഈ സിലിണ്ടർ എടുത്ത് എങ്ങനെ ചെയ്യുന്നത് അത് നോക്കാൻ. പക്ഷെ പറ്റിയില്ല, ഞാൻ ഓടി അവിടെ. സോ ഞാനാണ് ലാസ്റ്റ് ആയിട്ട് കില്ല് ചെയ്തത് ഷൂട്ടിങ്ങില്. സോ അവരൊക്കെ ഡയറക്ടറും ഹനീഫദീനിയും ഉണ്ണിയും ഡിസ്കസ് ചെയ്യായിരുന്നു എങ്ങനെ എന്നെ കൊല്ലാൻ. പിന്നെ ഞാൻ ഇതൊക്കെ കേൾക്കായിരുന്നു. പിന്നെ പറഞ്ഞു ഗ്യാസ് സിലിണ്ടർ മുഖത്തേക്ക് വെക്കട്ടെ. ഞാൻ പറഞ്ഞു അയ്യോ എന്തായാലും ബാക്കി പറഞ്ഞു അയ്യോ എന്താ അതെങ്ങനെ ചെയ്യാന്ന്. ഓക്കെ, സോ ഞാൻ ഭയങ്കര കൺഫ്യൂസ് ആയി, കൂടുതലും തിങ്ക് ചെയ്യാൻ തുടങ്ങി. അവരെങ്ങനെ ഇതൊക്കെ ചെയ്യാ, എങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യാ, അങ്ങനെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സീനൊക്കെ ചെയ്ത സമയത്ത് അത് ഓക്കെ ആയ ശേഷം മോൻ എന്താ തോന്നിയത്? ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ. കഴിഞ്ഞില്ലേ? കഴിഞ്ഞല്ലോ. ശരിക്കും ഇങ്ങനത്തെ ഒരു നെവർ മൈൻഡ് ആണോ മോന്? ശരിക്കും വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണോ? ശരിക്കും ഇങ്ങനെ ഒരു കൂൾ മൈൻഡ് തന്നെയാണോ? ആണ്. അപ്പൊ ഈ ഒരു ക്യാരക്ടർ എങ്ങനെ ചെയ്യുന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നില്ല രണ്ടുപേർക്കും? എനിക്ക് ആദ്യം ഇത് ചെയ്യണോ, ഇങ്ങനെ ലാസ്റ്റിൽ ഇങ്ങനെ ഇത് കില്ല് ചെയ്യാന്ന് പറയുമ്പോ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാവരും ആ കുട്ടികളെയും ഒക്കെ അങ്ങനെ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന്റെ കുട്ടികളെയും ഒക്കെ അതാ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് നമുക്ക് അങ്ങനെ ഇത് ആക്ടിങ് അല്ലേ എന്ന് വിചാരിച്ച് ഓക്കെ എല്ലാവരും അങ്ങനെയല്ലേ. അപ്പൊ അല്ല, എനിക്ക് സംശയം ഉണ്ടായിരുന്നു ചെയ്യാൻ പറ്റുമോ. അങ്ങനെയല്ല, ഈ കബേർഡിനകത്തുനിന്ന് നമുക്ക് എനിക്കറിയാം മോനിപ്പോ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത്
അങ്ങനെ അഭിനയിക്കാൻ പറ്റും. പക്ഷെ ഇത് പെട്ടെന്ന് ഒരാൾ വലിക്കുമ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് റോൾ ചെയ്തിട്ട്, ബിക്കോസ് ഇതിന്റെ എക്സ്റ്റെൻഡഡ് വേർഷൻ OTT കാണാൻ പറ്റുന്ന കേൾക്കണ്. ഇപ്പത്തേക്ക് നമ്മൾ വളരെ ഒരു ചെറിയൊരു ഭാഗമല്ലേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇപ്പം എന്തായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ, ആരെയാണ് കൂടുതൽ കംഫോർട്ട്? എനിക്ക് തോന്നുന്നു അഭിമന്യു ആണ് കുറച്ചും കൂടി കംഫോർട്ട്. പ്ലാനിങ് മാസ്റ്റർ രണ്ടുപേരും അല്ലേ? അപ്പോ ശരിക്കും ഇപ്പൊ സംസാരിക്കണം എന്നുണ്ടോ? ഇപ്പം പുള്ളി വന്നു കഴിഞ്ഞാൽ എന്താ പറയാനുള്ളത്? ഞാൻ പറയും താങ്ക് യു, എന്നെ എല്ലാം ഹെൽപ്പ് ചെയ്തു. ഞാൻ അതൊക്കെ അതാ നമുക്ക് അതൊന്ന് നേരിട്ട് പറഞ്ഞാലോ? നേരിട്ടെന്ന് പറഞ്ഞാലോ? എന്താ പറയുന്നു? ഓക്കെ, നേരിട്ട് പറയാം. എന്റെ കൂടെ ഒരു കുട്ടിത്താര ഇരിപ്പുണ്ട്. ഗ്യാസ് കുട്ടി ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ കൊടുക്കാം. ഒരു താങ്ക്സ് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹലോ അഭിമന്യു, ഐ എം ഗുഡ്. Thank you for helping me with the shooting. I don't know how I could have done that scene without you. Like we enjoyed it so much, right? Yeah, I remember before we used to just sit and plan how we were going to do that. Yeah. Yeah, and you were like, oh my god, how do I do this and everything. So, where are you right now? Yeah, I'm in Guruvayur. Oh, you're in Guruvayur. You came to visit the temple? Yeah. All right. So, what did your friends and family say about your role in Marco? They were very like, they were like full tensed when they came back from the theater. Oh, And they were like, oh my god, that was crazy, you know. And but most of my cousins and my family members said I acted well, so I'm very happy about that. that's good. Yeah. Remember the time when we used to lick all this blood after the show? Yeah. And then you remember my grandmother used to scold me saying, don't eat the blood. Yeah, correct. I understand because the issue is I'm actually in the car right now, so there is audio disturbances. That's why. Okay. Okay, yeah. Thank you. Bye. Okay, bye, Ryan. അപ്പോ എന്താണ് ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറെ. അപ്പൊ മാസ്റ്റർ പ്ലാനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഭയങ്കര ഹാപ്പി. ശരിക്കും ഇവന്റെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ചിലപ്പോ അവർക്കും ഇത് തന്നെ ആയിരിക്കും പറയാനുള്ളത്. ഇത്രയും അല്ലെ കോപ്പറേറ്റീവ് ആണ് നമ്മളൊരു മൂവിയിൽ വേണ്ടത് എന്ന് പറയുന്നത്. അത് നമുക്ക് ചോദിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എന്റെ ഫാദറിനെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. ഫാദറിന്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ആള് കണ്ടിട്ടില്ല. കാരണം പുറത്താണല്ലേ? ഇപ്പോ US-ലാണ്. വന്നു കഴിഞ്ഞിട്ട് പോണം എന്തായാലും കാണാൻ. ശരിക്കും ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ മോന്റെ അഭിനയം ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്താണ് പറഞ്ഞിരുന്നത്? ഫാദറിന്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഐ മീൻ ആളെന്റെ അടുത്ത് ചോദിച്ചു ഇത്രയും, ബിക്കോസ് ആളാണ് മോന്റെ ഇൻസ്റ്റാ അക്കൗണ്ട് ഒക്കെ ഹാൻഡിൽ ചെയ്യണത്. അപ്പോ ഞങ്ങള് കേൾക്കാറുണ്ട് ആളുടെ അമ്മ എങ്ങനെ വിട്ടു ഈ സിനിമയ്ക്ക്, ഇങ്ങനത്തെ ഓരോ ട്രോളുകൾ കേൾക്കാറുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു അത്രയ്ക്ക് കഷ്ടാണോ ഇത് കാണാന്ന് ചോദിച്ചു. സീക്വൻസ് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഒരു ഭാഗം കാണാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോ ആളും വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ ജനുവരിയിൽ വരും, ഫസ്റ്റ് വീക്കിൽ വരും. അപ്പൊ സിനിമ ഉണ്ടാവും, തിയേറ്റേഴ്സിൽ ഇപ്പോഴും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ സമയത്ത് വെയിറ്റ് ചെയ്യാണ് കാണാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. അച്ഛൻ വിളിച്ചിട്ട് എന്താ മോനോട് പറഞ്ഞത്? കാരണം എല്ലാ ഈ ട്രോൾസും, കാരണം മോന്റെ പേജ് അച്ഛനാ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒബ്വിയസ്ലി അതായത് ഒരുപാട് മെസ്സേജും ട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പൊ എന്താണ് അച്ഛൻ പറഞ്ഞത്? അച്ഛൻ അറിയില്ല, അച്ഛൻ അറിയും ഞാൻ എങ്ങനെ മരിച്ചത്, പക്ഷെ ആ സീന് കണ്ടിട്ടില്ല. സോ ഭയങ്കര ലൈക്ക് എന്താ ഗ്യാസ് കുട്ടിയൊക്കെ അത്ര വയലന്റ് ഒക്കെ ആയിരുന്നു. ഇത്രയും ട്രോൾസ് ഉണ്ട്. സോ എന്റെ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു ഒന്നും കൂടി എല്ലാം എന്നെ അപ്ഡേറ്റ് ചെയ്യും. ഇത് ട്രോൾ വന്നു, ആ ട്രോൾ വന്നു. സോ പറഞ്ഞു ഇത്ര വയലന്റ് ഒക്കെ ആയിരുന്നു. അതൊക്കെ ചോദിക്കും. ശരിക്കും എന്താണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്? അവന്റെ ഫാദർ ഇത് കാണുമ്പോ എന്ത് ആൻസർ ആയിരിക്കും തരുന്ന തോന്നുന്നത്? വിളിച്ച് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഈ ലൊക്കേഷനിലേക്ക് പോകുമ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലും നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമായിരിക്കും. അപ്പൊ എന്താണ് മോളാണ് ചെയ്തത്? എന്താണ് ചേച്ചി പറഞ്ഞോളൂ, എന്താണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ആളുടെ ഫാദറിന്റെ ഒരു
ഒരു ബിഹേവിയറിൽ വെച്ചിട്ട് ആൾക്കും കാണാൻ പറ്റും തോന്നുന്നില്ല, അല്ലെങ്കിൽ മിക്കവാറും കരയും തിയേറ്ററിൽ. അങ്ങനെ ഒരു അല്ലാണ്ട് അത്രയ്ക്കൊരു സ്ട്രോങ് ആയിട്ട് അത് ഇരുന്ന് കാണും ആൻഡ് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല. അപ്പൊ ആൾക്കും കുറച്ച് വിഷമാവുമെന്ന് തോന്നുന്നു, അതാണ് ഞാൻ വിചാരിക്കുന്നത്. ബട്ട് ഞാൻ പറയില്ലേ, എനിക്ക് ആ ഒരു ക്രൈം സീൻ കണ്ടിട്ട് എനിക്ക് കൂടുതലും സന്തോഷമായത് ഈ ഒരു അഭിനയിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആ ഒരു എന്താ പറയാ, ഒരു എന്തായാലും വാട്ട്സ് ദ വേർഡ്, ഇനിയും അങ്ങനെ സന്തോഷം. സന്തോഷമല്ല, ലൈക്ക് അറിഞ്ഞത് അപ്പോഴാണ്, ലൈക്ക് ഇങ്ങനൊരു അഭിനയിക്കാൻ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നത് അത് കണ്ടപ്പോഴാണ്. അപ്പൊ ഇതുപോലെ ഇനി അവസരങ്ങൾ വരുന്നുണ്ടോ അവന്? ശരിക്കും ഉണ്ട്, 2 പ്രോജക്റ്റും കൂടി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് പക്ഷെ ലൈക്ക് ഇനി ഞാൻ ഭയങ്കര ടയേർഡാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അതും വയലന്റ് റോൾ ആവോ, ഗ്യാസ് കുട്ടിയോ? അവന് ശരിക്കും ഗ്യാസ് കുറ്റിയാവോ? ശരിക്കും ട്രോൾ ഇഷ്ടപ്പെട്ടില്ലായിരുന്നോ? ഞാൻ ഭയങ്കര ഇഷ്ടായി ആണ്, ബിക്കോസ് എന്റെ ഫ്രണ്ട്സിലും ഞാൻ ഭയങ്കര ട്രോളാണ്. അവർക്ക് വിളിക്കാറുണ്ടോ ഇങ്ങനെ ഗ്യാസ് കുട്ടി എന്നൊക്കെ? ഇല്ല, അവർക്ക് അറിയില്ല. പുറത്തൊക്കെ ഇറങ്ങുമ്പോ അങ്ങനെ തിരിച്ചറിയാറൊക്കെ ഉണ്ടോ? ജയഗണേഷ് കഴിഞ്ഞിട്ട് അതെ ചോദിക്കാറുണ്ട്. പിന്നെ കുറെ പേര് ഞങ്ങൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇവിടെ നാട്ടിൽ വരുമ്പോ കാണാറുണ്ട് ആൾക്കാർ സംസാരിക്കുന്നത്. ഈ അച്ഛനാണ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ശരിക്കും അച്ഛൻ എന്തെന്നാണ് കഥയെന്ന് പോലും അറിയാതിരിക്കുകയാണ് ആ മനുഷ്യനവിടെ. അപ്പൊ അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയാറുണ്ടോ, ഇങ്ങനെ ഇപ്പൊ ലൈക്ക് മെസ്സേജസ് ഒക്കെ വരുമ്പം പറയാറുണ്ട്? ശരിക്കും ആ മെസ്സേജ് വായിച്ച് തരുമ്പോഴത്തേക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന ഒരു മെസ്സേജ് എന്താണ്? ഇത് കഴിഞ്ഞിട്ടോ? അതെ, ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നലെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ബിക്കോസ് ഞങ്ങൾക്കും, ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നൊന്നും അല്ല. സോ ദിസ് ഈസ് എ വെരി ന്യൂ എക്സ്പീരിയൻസ് ഫോർ us. ഇന്നലെ ശ്രീജിത്ത് സാറ് വിളിച്ചിരുന്നു, ശ്രീജിത്ത് രവി ആൻഡ് വൈഫ് വിളിച്ചിരുന്നു. അപ്പൊ അവര് വിളിച്ചിട്ട് ഭയങ്കര അപ്രിസിയേഷൻ ആയിരുന്നു ആക്ടിങ്ങിനെ കുറിച്ചും, പിന്നെ സിനിമ നന്നായി പോയെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയല്ലേ, ബിക്കോസ് അങ്ങനെ ഞങ്ങൾക്ക് എക്സ്പീരിയൻസസ് ഇല്ല ആരും അങ്ങനെ വിളിച്ചിട്ട്. സോ ഇപ്പം ഏറ്റവും കൂടുതലും ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും, കുറച്ച് വയലന്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. ഇതിൽ ഏത് ക്യാരക്ടറിലാണ് അറിയാൻ പെടുന്നത്? വയലന്റ് എന്തായാലും അല്ല, എന്നാലോട്ട് സൈലന്റും അല്ല. അതിന്റെ ഒരു നടുക്കില് ഉള്ളത് നോട്ടിയാണ്, ബട്ട് ഹാംഫുൾ നോട്ടി അല്ല, അങ്ങനത്തെ ടൈപ്പാണ്. ഇപ്പം നേരത്തെ മോൻ പറഞ്ഞ പോലെ ക്യാമറ ഫിയർ ഒന്നും ഇല്ലാത്തൊരു കുട്ടിയാണല്ലോ. ശരിക്കും തിങ്ക് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവൻ അങ്ങനെയുള്ള, കാരണം എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മൂവി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു മൂവിയിലേക്ക് വരുന്നപ്പോ പോലും ഒരു പേടിയില്ലാത്ത എന്തുകൊണ്ടാണ് തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? രണ്ടുപേരോടും കൂടിയാ ചോദിക്കുന്നത്. അറിയില്ല കേട്ടോ, ബിക്കോസ് ഇപ്പൊ സ്കൂളിലാണെങ്കിലും സ്റ്റേജ് ഫിയർ എന്തായാലും ഇല്ല, എന്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡിയാണ്. ആൻഡ് ടു ബി ഓണസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയല്ല, ഞാനും അല്ല ഹസ്ബൻഡും അല്ല. അപ്പൊ ഇത് ആരുടെയും കിട്ടിയിരിക്കുകയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അവൻ ചെറുപ്പം തൊട്ടേ അവന് ഒന്നിനും ഒരു സ്റ്റേജ് ഫിയർ ഇല്ല. എല്ലാം ആണ്, തനിയെ ചെയ്യും. ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞാലും തനിയെ പോയിട്ട് ആക്ട് ചെയ്യും. ഒരു വീഡിയോ അയച്ചു കൊടുക്കണം, ഇങ്ങനെ ചെയ്തിട്ട് പറഞ്ഞാൽ തന്നെ പോയി ചെയ്യും. അങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചതാ അത് അവനുള്ള കഴിവ് ആണ്. തനിയെ ചെയ്യാനുള്ള തന്നെ ചെയ്യാനുള്ള ഒരു ഇഷ്ടം എല്ലാം ഉണ്ട്. പക്ഷെ ഇന്റർവ്യൂവിന് വന്നപ്പോ എന്റെ അടുത്ത് ചെറിയൊരു പേടിയാ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാ പേടി? അല്ല, ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നതിനാണ് പേടി ഉണ്ടായിരുന്നത്. ആണ്. അപ്പൊ മലയാളം സംസാരിക്കുന്ന അത്ര പേടിയാണോ? ബിക്കോസ് ഞാൻ ബാംഗ്ലൂരിലല്ലേ, സോ മലയാളത്തില് അത്ര റെസ്പെക്ട് ഒന്നും ഇല്ല സംസാരിക്കുമ്പോൾ. ലൈക്ക് ഉണ്ട്, പക്ഷെ ലൈക്ക് മലയാളത്തിൽ ലാംഗ്വേജ് എനിക്ക് അത്ര അറിയില്ല. സോ അതിന്റെ എല്ലാം റെസ്പെക്ട്ഫുൾ കാരണം അവന് പേര് കുഞ്ഞു കുട്ടിയാട്ടോ, കാരണം പേര് പറയുമ്പോഴും അവനറിയില്ല എങ്ങനെ അത് പ്രസന്റ് ചെയ്യണമെന്ന് അറിയത്തില്ല, എക്സിക്യൂട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊക്കെ അത് എന്തായാലും ക്ഷമിക്കും. ഗ്യാസ് കുട്ടിയിട്ട് എന്തായാലും എല്ലാ ആൾക്കാരും ക്ഷമിക്കുന്നതായിരിക്കും. ഇപ്പൊ ട്രോള് വന്ന പോലെ എല്ലാവരും ക്ഷമിച്ചോളും, കാരണം അത്രയും ഇഷ്ടമാണ് റയാൻ എല്ലാവർക്കും. ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ അഭിനയം അല്ലെങ്കിൽ മോൻ എന്താണ് മറ്റൊരു കഴിവെന്നല്ല, മറ്റൊരു താല്പര്യം എന്ന് പറയുന്നത്.
പാട്ട് പാടോ റയാൻ? പക്ഷെ ഞാൻ എനിക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്. സ്പോർട്സ്മാനും കൂടി ആവണം എന്നൊരു ഞാൻ ഫുട്ബോളർ ആവണം. ആണ് ആവണം എന്ന് ആഗ്രഹമുണ്ട്. ശരിക്കും ലൈഫിൽ ഏറ്റവും ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് മോനെ? സ്പോർട്സ് ആണോ, ഒരു നല്ല നടനാണോ, ഏതാണ് ഇഷ്ടം? ഫുട്ബോൾ. നേരത്തെ പാട്ട് പാടുമെന്ന് പാട്ട് പറഞ്ഞു. പാടും, ഗിറ്റാർ വായിക്കും. തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം, ആകാശ ഒന്നാലി നിലകളിലായത്തിൽ തൊട്ടേവർ. അത്രേ കാരണം അവൻ മുന്നേ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് അറിയത്തില്ല. അതുകൊണ്ട് എന്തായാലും നല്ല രസമുണ്ട് കേൾക്കാൻ പാട്ടൊക്കെ. മലയാളം ആണെങ്കിലും അല്ലേ, ആ ഒരു ലാങ് കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്, അതൊക്കെ നമ്മൾ ക്ഷമിക്കും. അമ്മയ്ക്ക് ശരിക്കും ഈ മൂവിയിലേക്കൊക്കെ അഭിനയിക്കാൻ, ഒരു ഫിലിമിലേക്ക് വരണം എന്ന് താല്പര്യമുണ്ടോ ശരിക്കും ചേച്ചിക്ക്? മോനോ ചേച്ചി എനിക്കോ? ഇല്ല. അഭിനയിക്കാൻ താല്പര്യം ശരിക്കും ഇല്ല? ഞാൻ ക്യാമറ പേടിയാണ്. അത് എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ആദ്യമായിട്ടാണ് എനിക്ക് വേണം എന്റെ അമ്മ സിനിമയില്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കാണ്. കാരണം അമ്മയുടെ കൂടെയുള്ള ഒരു കെമിസ്ട്രി ഒന്നും അറിയാം. ആക്ച്വലി ജയഗണേഷിൽ എന്റെ അച്ഛൻ ഒരു സീൻ ഉണ്ടായിരുന്നു. സോ ആ ഡയറക്ടർ പറഞ്ഞു ചേട്ടാ ഡോക്ടർ ആയിക്കോളും. എന്റെ അച്ഛൻ പറഞ്ഞ ഡോക്ടറോ? പിന്നെ ആ ഷോട്ട് എടുത്തു. പിന്നെ ആ ഡയറക്ടർ എന്റെ അടുത്ത് പറഞ്ഞു, രഞ്ജിത് ശങ്കർ പറഞ്ഞു നിന്റെ അച്ഛൻ ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ എന്റെ കൂടുതലും ഫേമസ് ആവണം. ഞാൻ എന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞു. അയ്യോടാ, അമ്മേനെ അതുപോലെ ഒന്ന് ഫേമസ് ആക്കണ്ടേ നമുക്ക്? ആണ്. ഇതുപോലെ അമ്മയും മോനുമുള്ള ക്യാരക്ടർ ചെയ്യണം എന്നാണോ താല്പര്യമുള്ളത്? ആണ്. അമ്മയുടെ ചോദിക്ക് എന്തുകൊണ്ട് അഭിനയിക്കാൻ? അമ്മ, do you want to act like in what, if you were to act, what specific character would you act as? So I'll act as your mother only. അയ്യോ, എന്താ വേണ്ടേ? ഇനിയിപ്പോ നമ്മള് ഫാമിലിയിലേക്ക് വരികയാണെങ്കിൽ ചേച്ചി എന്താണ് ചെയ്യുന്നത് ശരിക്കും? ഞാനൊരു കൺസൾട്ടിങ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. Big 4 കൺസൾട്ടിങ് ഫേമില് HR ആണ്, ഹ്യൂമൻ റിസോഴ്സസിൽ ആണ്. ഫാദർ മെർച്ചന്റ് നേവിയിലാണ്. ഇപ്പോൾ ഡിസ്നി ക്രൂസസ് എന്ന് പറയില്ലേ, അവിടെ US-ലാണ്, എഞ്ചിനീയർ ആണ്. ഇപ്പം പുതിയ പുതിയ പ്രോജക്ട്സ് ഒക്കെ വന്നല്ലോ. ശരിക്കും അത് അത്രയും ഒരു എബിലിറ്റി ഉള്ള ഒരു കുട്ടിയായതുകൊണ്ടും അവരെല്ലാവരും ഏറ്റെടുത്തുകൊണ്ടാണല്ലോ അങ്ങനെ വന്നത്. അപ്പൊ ഇനി ഇപ്പം മലയാളം ഇൻഡസ്ട്രി നല്ലാണ്ട് വേറൊരു ഇൻഡസ്ട്രിയിലേക്ക് പോകണമെന്നൊക്കെ താല്പര്യമുണ്ടോ ശരിക്കും? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുക? തെലുങ്കു ആണ്. താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. ബിക്കോസ് എന്റെ ഒരു അഡ്വർടൈസ്മെന്റ് റാണ ദഗുബാട്ടിന്റെ കൂടെ ആയിരുന്നു. സോ ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആണ് എന്റെ കൂടെ ഒരു സെലിബ്രിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഞാൻ കാറിൽ പോകുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും പറയും, അവനെ നമ്പർ മേടിക്കുന്നു, ഞാൻ ഭയങ്കര ഫേമസ് ആവോ. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തിങ്ക് ചെയ്ത് വെക്കുന്ന ഒരാളല്ലേ? ആണോ? അത്രയൊന്നും അല്ല, എന്നാലും കുറച്ച് ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം ബാംഗ്ലൂരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ ന്യൂ ഇയർ എവിടെ സെലിബ്രേറ്റ് ചെയ്യാനാണ് പ്ലാൻ? എന്താണ് ന്യൂ ഇയറിന്റെ പ്ലാൻസ് ഒക്കെ? എന്താണ്? ഞാൻ കസിൻസിന്റെ അടുത്ത് പോവാ. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ടൊരു യൂറോപ്പും സൗത്ത് അമേരിക്ക, അതിന് ഞാൻ ഭയങ്കരമായിട്ട് ബ്രസീലിൽ പോകണം. പക്ഷെ ക്രിസ്മസിക്ക് എന്തോ മണാലിയോ കശ്മീരോ എന്തെങ്കിലും സ്വിറ്റ്സർലാൻഡ് ആ സ്നോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. ബിക്കോസ് ഈ സ്നോ പാർക്സിലൊക്കെ ആർട്ടിഫിഷ്യൽ അല്ലേ, ഈ റിയൽ സ്നോ ഒന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല. സോ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. കാരണം അവർ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തല്ലോ, എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് ശരിക്കും. അപ്പൊ ന്യൂ ഇയറിന് അപ്പൊ പോവാനുള്ള പ്ലാനിങ് ഉണ്ട്? എന്റെ അമ്മ പറഞ്ഞു നമ്മൾ എവിടെ ലഡാക്കിൽ പോകും. നെക്സ്റ്റ് ഇയർ ഒരു സമ്മറിൽ പറഞ്ഞു നമ്മൾ. ഇത് അമ്മയുടെ ഡ്രീമും എന്റെ ഡ്രീമും. അമ്മ എന്റെ അടുത്ത് ഇത് പറഞ്ഞു. പിന്നെ ഇമ്മീഡിയറ്റ്ലി എന്റെ ഡ്രീമുമായി ഒരു ഫുള്ള് യൂറോപ്പിന്റെ ട്രിപ്പ് ആണ്. എന്താ പ്രശ്നം? അമ്മ സ്ട്രിക്റ്റ് ആണോ മോനെ? ഇല്ല, ഭയങ്കര നല്ലൊരമ്മ. അയ്യോ, നല്ല അമ്മയാണ് ശരിക്കും അല്ലേ? പക്ഷെ സ്റ്റഡീസ് വരുമ്പോ സ്ട്രിക്റ്റ് ആണ്. റയാന്റെ മദർ എന്ന് പറയുമ്പോ നമുക്കും കേൾക്കാനുള്ള ഒരു അല്ലേ? എനിക്കറിയാം എന്റെ അമ്മയുടെ വോയിസ് ഏഞ്ചൽ മാരി. അയ്യോ, ഏറ്റവും വേണ്ട അമ്മ കമോൺ. കൺമണി
அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது அது எழுத நினைக்கும்போது வார்த்தை முட்டுது ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே സെറ്റല്ലേ? നന്നായിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടില്ല. ആ ഒരു ഡയലോഗ് പറഞ്ഞ അസലായി എന്ന് പറഞ്ഞു. അസലായി. ഓക്കെ, ഭയങ്കര ഹാപ്പി ഫാമിലിയാണ്. അത് മാത്രമല്ല ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൊച്ചുമോനെയും മകനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഒത്തിരി ക്യാരക്ടേഴ്സ് ചെയ്യാൻ പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഞാൻ. താങ്ക് യു. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു താങ്ക് യു. താങ്ക് യു.